ഹലോ ഗൈസ്, കുറേ കാലത്തിന് ശേഷം തിരൂരിക്ക് വന്നത്. വന്നപ്പോഴാണെങ്കിലോ കുറേ ഷോപ്പുകൾ പുതിയതായിട്ട് തുറന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒന്ന് ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ പേജ് റെസ്റ്റോറൻറ്റിലേക്ക് കയറിയത്. ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും ഒരു ഗെറ്റ് ടുഗദർ നടത്താനോ അതിനൊക്കെ പറ്റിയൊരു നല്ലൊരു ഹോട്ടലാണ്. ഭയങ്കര സ്പേസാണ്, പാർക്കിങ്ങിനായാലും എല്ലാം നല്ലതാണ്. നമുക്ക് നമ്മളെ ഫുഡിലോട്ട് പോകാം. ഞങ്ങൾ 2 ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അമ്മ മീൽസാണ് ഓർഡർ ചെയ്തത്. മീൽസിന് ആദ്യം ചോറ് വന്നു, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു. മീൻ കറി, സാമ്പാർ, പിന്നെ ചമ്മന്തി. ഇതെന്താണെന്ന് എനിക്കറിയില്ല, എന്നോട് ചോദിക്കരുത്. പിന്നെ ഉപ്പേരി, പിന്നെ ബീട്രൂട്ട് പച്ചടി എന്ന് തോന്നുന്നു, പിന്നെ പായസം, രസം, പപ്പടം, ചോറ്. ഞങ്ങളിൽ പിന്നെ നിങ്ങൾക്ക് സ്ഥിരം കാണുന്ന സാധനങ്ങൾ തന്നെയല്ലേ, അച്ചാറും തൈരും ചമ്മന്തിയൊക്കെ. പിന്നെ ഈ ബിരിയാണിയിൽ മുട്ട വയ്ക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ബിരിയാണിയും മുട്ടയും എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി മുട്ട നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ റൈസൊക്കെ നല്ല റൈസായിരുന്നു, അധികം ഓയിലി അല്ല. എനിക്ക് ഈ കുറ്റിച്ചിറ ബിരിയാണീൻ്റെ ഒരു ലൈറ്റ് വേർഷനായിട്ടൊക്കെ തോന്നി. നല്ല ടേസ്റ്റ് ആയിരുന്നു. ചിക്കനൊക്കെ നല്ല പാകത്തിനായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ 2 വലിയ ചിക്കൻ്റെ പീസായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ബിരിയാണിക്ക് വന്നിട്ട് 190. അധികം നെയ്യില്ല, അതുകൊണ്ട് തന്നെ മട്ടിക്കാതെ തന്നെ കഴിക്കാം. സൂപ്പർ. ബിരിയാണി ഉഷാറായ സ്ഥിതിക്ക് മീൽസിൻ്റെ കഥ എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ പിന്നെ അമ്മേൻ്റെ ലേശം ചോറ് ഞാനും എടുത്ത് കഴിച്ചു. മീൽസ് വലിയ കുഴപ്പമില്ലായിരുന്നു, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള മീൽസ് ആയിരുന്നു. 2 ബിരിയാണിയും ഒരു മീൽസിനും കൂടി 500 രൂപയാണ് ആയത്. അപ്പോൾ സ്ഥലം വന്നിട്ട് നമ്മുടെ തിരൂർ പോലീസ് ലൈനിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ ഓക്കെ, ബൈ.